സെറ്റ് ഇട്ടതല്ല, റിയൽ കൂടെയാണോ എടുത്തത്? സ്വന്തം കാലിരിക്കണ കുഴിഞ്ഞു നിന്നിട്ട് സ്വന്തം കാലിന്റെ ഇടയിൽ കൂടെ എടുക്കണം. എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തിട്ട് ഉരുട്ടും. ഇത് ദുഷ്ടനാ താൻ. ഇതൊന്നും ഇടാൻ പറ്റൂലല്ലോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാലേ അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സ് മാറാനും സ്ഥലമില്ല. ഇതാണ് എൻ്റെ മെയിൻ ഇത്. ഞാനിവിടെ വന്നിട്ട് മാറാം. അവന് തിരിച്ചാൽ അവിടുന്ന് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ? കഴിക്കുക വേഗം തള്ളി പിടിക്കട്ടെ, അല്ല അക്കത്തേക്ക് പിടിക്കട്ടെ. കഴിഞ്ഞു 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 കഴിഞ്ഞു. ക്യാരക്ടർ ഉൾക്കൊണ്ടു. ഹായ്, അപ്പോൾ നമ്മുടെ ഗോവ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാനും ഓഫ്കോഴ്സ് ജാനകിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഒരു ബീച്ച് ഷൂട്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥിരം ഞാൻ വരുന്ന ഒരു ഏരിയയിൽ വന്നതാണ്. അപ്പോൾ കാലത്തെ ഒന്ന് വാമപ്പിന് വേണ്ടി നടന്നതാണ്. അല്ല, ഇവിടെ മൊത്തത്തിൽ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതും എവിടെ എന്തൊക്കെ ഫോട്ടോ എന്തൊക്കെ പറ്റും എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. അതായത് നമ്മൾ പറയുമ്പോൾ ബീച്ചിലാണെങ്കിലും ബീച്ച് അവിടെയാണ്, തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കുന്ന് പോലത്തെ ഒരു ഏരിയ. അതിൽ ഇവിടെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഈ നല്ല രസമല്ലേ, പ്രകൃതി രമണി എന്നൊക്കെ പറയുന്ന പോലെ. പച്ചപ്പ് ഹരിതാപമല്ല, പക്ഷേ എങ്കിൽ പ്രകൃതി രമണി ഉണ്ട്, പച്ചപ്പ് ഹരിതാപമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ പല പല എന്താ പറയുക, ഒരു ആംബിയൻസ് ഫീൽ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന തുമ്പ ഇവിടെ നിറയുണ്ട്, ഒരു രക്ഷയില്ല, നിറച്ച് തുമ്പപ്പൂവാണ് ഇവിടെ. എന്തോരോട് ഇത്ര ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെയാണ് അത് കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. ഇവിടെ പക്ഷെ നിറയുണ്ട് കേട്ടോ. ഓരോ സെക്ഷനായിട്ട് ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ കടം നമ്മുടെ ജാനകി അവിടെ ഏതോ മരത്തിലൊക്കെ ചരിയിപ്പുണ്ട്. ജാനകിനെ നമുക്ക് കൂടെ കൂട്ടാം. ഞാനില്ലാത്ത ഗ്യാപ്പിന് നൈസായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജാനകിനെ കൂട്ടാം. പുള്ളിക്കാരില്ല, അതെന്താ ആഘോഷം. ജാനു, മോളെ ജാനു. ആ, ഒറ്റയ്ക്ക് പോസിറ്റിട്ട് ഇങ്ങനെ എങ്ങനെയല്ലേ ഞാൻ വരട്ടെ. രണ്ട് കുണ്ടികൾ രണ്ട് മുട്ടിച്ചിരുന്നാൽ കുഴപ്പമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? അതെ, എൻ്റെ മേത്ത് എന്തൊക്കെയോ കയറുന്നുണ്ട് ജാനകി. അവിടെ എന്താ അവസ്ഥ? എനിക്കിവിടെ എന്തൊക്കെയോ കുത്തിക്കയറുന്നുണ്ട്. കുത്തിക്കയറുന്നല്ല, എന്തൊക്കെയോ ജീവികൾ കയറുന്നു. എഴുന്നേറ്റ് ഓടുന്നതായിരിക്കും നല്ലത്. അതെ 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 അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എന്ന് പറയുന്നവന്മാരെയൊക്കെ കൂടെ കൂട്ടണം. പ്രാണികളെങ്കിലും പ്രകൃതിയെ ഉപകരിക്കും. നല്ല ആവശ്യമുണ്ട്. ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഒരു അറിയണ്ടേ അല്ലേ? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഉള്ളിൽ ആ ഡെഡിക്കേഷൻ. ഇന്നലത്തെ പൂവൊക്കെ ഇതുവരെ ഓക്കെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ഒന്നും ഇത് സെറ്റ് ഇട്ടതല്ല, റിയലാ. സെറ്റ് ഇട്ടതല്ല, റിയലാ. അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. സ്വന്തം കാലിരിക്കണ കുഴിഞ്ഞു നിന്നിട്ട് സ്വന്തം കാലിന്റെ ഇടയിൽ കൂടെ എടുക്കണം. അതായത് സംഭവം എന്താ പറയുക, എൻ്റെ ക്യാമറമാനൊക്കെ ഭയങ്കര അടിപൊളി മനുഷ്യരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭയങ്കര നാച്ചുറൽ റിയലിസ്റ്റിക് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ള കാട്ടിലും മേട്ടിലൊക്കെ കൊണ്ടുപോകും. ചില കാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടേനെ കൊണ്ടുള്ള ശല്യമായിരിക്കും. പിന്നെ ചിലയിടത്ത് ഈ പറഞ്ഞ പോലെ പലതരം ജീവികൾ അവർ നോക്കുമ്പോഴത്തേക്ക് ആ എന്താ പറയുക ഫ്രെയിമിൻ്റെ ഭംഗി ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നോ ഇതിവിടെ പോയി കിടന്നോ എന്നൊക്കെ പറയും. അവിടെ ചിലപ്പോൾ വല്ല ഉറുമ്പുണ്ടാവും. ഇത് എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ, ഇതൊന്നും ഇവർക്ക് അറിയണ്ട. പിന്നെ ഈ പുല്ലിൽ ഒരുതരം കുത്തിക്കൊള്ളുന്ന പുല്ലിലാണ് ഇപ്പോൾ ഇത്ര നേരം ഇരുന്നത്, അറിയോ? അതിൻ്റെ സങ്കടം നിങ്ങൾക്കറിയോ? ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ. ഇങ്ങനെ കുഞ്ഞി പുല്ലിൻ്റെ പൊടി പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാനെനിക്ക് ഇതെല്ലാം അറിയുന്നുണ്ടോ? പൂവിൻ്റെ അലർജി എൻ്റെ ഒപ്പം കൂടിയുണ്ടല്ലോ, അനുഭവിക്കും. ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ, സുഖമായിട്ട് അവിടെ ഇരിക്കുന്നില്ലേ. ഇനി ഇവിടെ ഇട്ട് ഉരുട്ടും, നോക്കിയോ, അതാ ചെയ്യാൻ പോണേ. ഇത്
സ്ഥിരം പോസാണ് ഞങ്ങളുടെ. ഫോട്ടോഗ്രാഫർ പറയാ അന്ന് വളയാം. ഞാൻ അങ്ങനെയൊന്നും വളയുന്ന ആളല്ല. വളയും നന്നായിട്ട് വളയാൻ പറ്റും, പക്ഷെ എനിക്ക് പറ്റൂല. ഇതെല്ലാം കൊല്ലുമല്ലേ, അതുകൊണ്ട് എനിക്ക് വളയാൻ പറ്റും. എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഇതാണ് പ്രശ്നം. ഇതിനെയാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശരീരത്തിനും ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ ജാനകിയുടെ ശരീരത്തിനുള്ള ഭംഗിയല്ല എൻ്റെ ശരീരത്തിനുള്ള ഭംഗി. നീയൊക്കെ ഇങ്ങനെ ഇതാകരുത്. അവിടെ നിന്ന് വിസിലടിക്കുന്ന ആരാ? നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് ചേട്ടാ. ആ ചേട്ടൻ വേണമെങ്കിൽ വന്നു, അഭിനയിച്ചു, കൂടെ അഭിനയിച്ചു, ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ്. ഏറ്റവും ഇപ്പം നോക്കി, നിങ്ങൾ ഇതിൻ്റെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും. കളർ ഉണ്ടാവും, എന്താ പറയുക, സൈസ് ഉണ്ടാവും, ഒക്കെ പറയാനുണ്ടാവും. പക്ഷേ ഓരോ ടൈപ്പ് ഓഫ് ശരീരത്തിനെ ഇഷ്ടപ്പെടുന്ന നിറയെ മനുഷ്യരുണ്ട്. അത് ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾ വിശാലമാകട്ടെ. ശരിക്കും ഈ ബോഡി ഷേമിംഗ് എന്നുള്ളത് ഈ വാക്ക് വന്ന, അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിനെ ഭയങ്കരമായിട്ട് വലിയൊരു സംഭവമായ രീതിയിൽ. ഈ എല്ലാ കാലത്തും ബോഡി ഷേമിംഗ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്ത് അത് എന്താ പറയുക, ഒരു തമാശയായിട്ടും എന്താ പറയുക, ഫണ്ണായിട്ടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബോഡി ഷേമിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവമാക്കി അതിൻ്റെ പേരിൽ മെൻ്റലി ഡിസ്റ്റർബായി, പിന്നെന്താണ് ഡിപ്രഷനിലായി എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് അവർ പ്രശ്നവൽക്കരിക്കുന്ന രീതിയിലേക്കായി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത് എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് പറയുന്നത് അതേ സെൻസിൽ ഇപ്പുറത്തെ ആൾക്ക് കൺവേ ആവുക എന്നുള്ളതുണ്ടല്ലോ. അത് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിലും കളിയാക്കലാണെന്നുണ്ടെങ്കിലും അതിന് ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ പലതിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മനുഷ്യനെ ഓരോരോ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. ഫോട്ടോഗ്രാഫർ മുള്ളാൻ പോകണം. നടിയും വേണമെങ്കിൽ മുള്ളാൻ വരായിരുന്നു. നടിയും മുള്ളാൻ പോവായിരുന്നു. നോക്കി നല്ല രസമില്ലേ? നല്ല ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഭംഗിയുള്ള സാധനങ്ങൾ ഇട്ടായിരുന്നു. വീട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. വീട് കുളിക്കുന്നല്ല, നമ്മൾ കുളിക്കും. ഇത് നോക്കി, ഇത് വൃത്തിയുടെ സാധനം എന്ന് പറയും. എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തിട്ട് പോരിട്ടു. എന്ത് ദുഷ്ടനാ താൻ. ഇതൊന്നും ഇടാൻ പറ്റൂലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് വേറെയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടിയാണ്. ഏതൊക്കെ വീഡിയോ എന്നുള്ളത് അതിൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് കമൻറ്റ് ചെയ്യണം. നോക്കട്ടെ എത്ര പേര് എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി.